ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് ഫ്രിഡ്ജ് എങ്ങനെ നന്നായി ഉള്ളൊക്കെ ക്ലീൻ ചെയ്ത് ആ അഴുക്ക് മണമൊക്കെ പോയി നന്നായി വെട്ടി തിളങ്ങിപ്പിക്കാമെന്നാണ്. അതിന് ഞാനൊരു 2 സ്പൂണ് സോഡാപ്പൊടി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? നമുക്ക് അതിലേക്ക് ചേർക്കേണ്ടത് വിനീഗറാണ് ചേർക്കുന്നത്. ഫ്രിഡ്ജിലെ സാധനങ്ങളൊക്കെ മാറ്റിയ ശേഷം ഫ്രിഡ്ജ് ഫസ്റ്റ് ഓഫാക്കി വെക്കുക. എന്നിട്ട് മാത്രമേ നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ വിനീഗർ ഒഴിച്ചു. ഇനി നമുക്കതിൽ ചേർക്കേണ്ട ഐറ്റം എന്ന് പറയുന്നത് നമ്മളുടെ ഡിഷ് വാഷ് ലിക്വിഡ് ഇല്ലേ, അത്. ഡിഷ് വാഷ് ലിക്വിഡിന് ഒരു പ്രത്യേക മണമായിരിക്കും. ക്ലീൻ ചെയ്ത് വരാനും ഒക്കെ നന്നായിട്ടുണ്ടാകും. ഒരു ഉളുമ്പ് മണം ഉണ്ടെങ്കിൽ അത് പോകുന്നതിനും ഡിഷ് വാഷ് ലിക്വിഡ് നല്ലതാണ്. അപ്പോൾ ഏതാണോ ഉള്ളത് അതൊരു 1-2 സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട്, കണ്ടോ, നമ്മൾ തുണി, ഏത് തുണിയിലാണോ, നമ്മൾ കോട്ടൺ തുണി, ഒരു ടർക്കി ടൈപ്പ് ചെറിയ തുണി, ടവൽസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് തുടയ്ക്കാം. നല്ലവണ്ണം അഴുക്കുണ്ട്, പൂപ്പലും ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്കതിൻ്റെ ആ ഒരു കുറേ നമ്മൾ ഫുഡൊക്കെ വെച്ച് കഴിയുമ്പോൾ ദോശമാവ് അങ്ങനെയൊക്കെ അതിൻ്റെ പൊടികളൊക്കെ ഇതൊക്കെ വീഴും. പിന്നെ കുറേ ഫുഡുകൾ നമ്മളെപ്പോഴും വെക്കുമ്പോൾ അതിൽ ഒരു പ്രത്യേക ഒരു മണം വരും. അതൊക്കെ പോകാൻ ഇത് നല്ലതാണ്. അടിയത്തെ ആ ഒരു ഗ്ലാസിൻ്റെ വെജിറ്റബിൾ വെക്കുന്ന ആ ട്രേയും അതിൻ്റെ മേലുള്ള പ്ലേറ്റൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കഴുകണം കേട്ടോ. കമ്പിയിൽ തുടയ്ക്കുമ്പോൾ അതിൻ്റെ മേലെയും അതിൻ്റെ അടിയിലും തുടയ്ക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കൂ. നന്നായി ക്ലീൻ ആവും എന്ന് മാത്രമല്ല, അതിൻ്റെ ഒരു മണം, വൃത്തിയായിട്ട മണം പോകുന്നതിന് വളരെയധികം നല്ലതാണ്. ഈ സോഡാപ്പൊടി എല്ലാ അഴുക്കുമണങ്ങളും വലിച്ചെടുക്കും. വിനാഗിരി രണ്ടും കൂടി ചേരുമ്പോൾ, വിനാഗിരി ഇല്ലെങ്കിൽ നമുക്ക് നാരങ്ങാനീര് ചേർക്കാവുന്നതാണ് പകരമായിട്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പാത്രം കഴുകുന്ന ഡിഷ് വാഷ് ലിക്വിഡാണ് കൂടി ചേർത്തിട്ട് നമുക്ക് ഇത് തുടച്ചെടുക്കുക. ശരിക്കും നല്ല ക്ലീൻ ആയിട്ട് വരും നമുക്കത്. എല്ലാ ഭാഗത്തും ഇതൊക്കെ ഞാൻ മാറ്റി റിമൂവ് ചെയ്യണുണ്ട് കേട്ടോ. അതൊക്കെ റിമൂവ് ചെയ്ത് നന്നായി നമ്മൾ വെള്ളത്തിലിട്ട് നന്നായി സോപ്പിട്ട് കഴുകിയ ശേഷം ഉണങ്ങിയിട്ട് പുറത്തുണങ്ങാൻ വെച്ചു. എന്നിട്ടാണ് ഞാൻ പിന്നീട് ഇതിൽ വെക്കുക ചെയ്തത്. കേട്ടോ, എല്ലാ സൈഡും നമ്മൾ ഇങ്ങനെ തുടയ്ക്കാം. ആദ്യം ഇതിൽ വെള്ളത്തിൽ തുടച്ച ശേഷം പിന്നെ നോർമൽ വെള്ളത്തിൽ തുടച്ചു കേട്ടോ. അങ്ങനെയാണ് ലാസ്റ്റ് നമ്മൾ സാധാരണ ആദ്യം ഇങ്ങനെ തുടച്ചില്ല. എന്നിട്ട് നമ്മൾ സാധാരണ വെള്ളത്തിൽ തുണി മുക്കിയിട്ട് നോർമൽ തുണി മുക്കിയ ശേഷം വീണ്ടും ഒന്ന് തുടച്ചു. അതേപോലെ തന്നെ ട്രേ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് ചെയ്യുക കേട്ടോ. ഇവിടെ ഞാൻ തുടച്ചിട്ടില്ല, തുടയ്ക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പം ഇതൊക്കെ നമ്മൾ നന്നായി തുടയ്ക്കാം. ആദ്യം നമ്മൾ ഈ വെള്ളത്തിൽ തുടയ്ക്കുക, പിന്നെ സാധാരണ വെള്ളത്തിൽ തുടയ്ക്കുക. രണ്ടാണ് തുടച്ചാൽ മതി, വേറെ അധികം തുടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടോ, തുടച്ച് എടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജ് എപ്പോഴും ഓഫാക്കിയിട്ട് വേണം ചെയ്യാൻ. ആദ്യം നമ്മൾ സോഡാപ്പൊടിയും ഡിഷ് വാഷ് ലിക്വിഡും അതേപോലെ വിനാഗിരിയുടെ വെള്ളത്തിൽ മിക്സ് ചെയ്ത ആ മിക്സ് വെച്ച് തുടയ്ക്കുക. അതിനുശേഷം നോർമൽ വെള്ളത്തിൽ നമ്മൾ നനഞ്ഞ തുണി മുക്കിയിട്ട് നമ്മൾ തുടച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതേ സംഭവം ഞാൻ തുടച്ച് ആക്കിയിട്ടുണ്ട്. കണ്ടല്ലോ, ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ഇട്ടിപ്പോൾ കാണാം ഫ്രണ്ട്സ്. നമ്മുടെ പേജ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.